കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലം കൃഷ്ണപിള്ളയും തിരുവിതാംകൂറിലെ സൈനിക കലാപവും. ചരിത്ര വഴികളിൽ ചാരം മൂടിക്കിടക്കുന്ന പലതും നമ്മെ അത്ഭുതപ്പെടുത്തും. അത്തരത്തിൽപ്പെട്ടതാണ് കൊല്ലം കൃഷ്ണപിള്ളയുടെ വീര ഇതിഹാസം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പട്ടാള കലാപം അരങ്ങേറുന്നത്. വേലുത്തമ്പി ദളവ ദിവാനായിരിക്കുമ്പോൾ തിരുവിതാംകൂർ സൈന്യത്തിലെ ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു കൃഷ്ണപിള്ള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായത് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ അധിക്ഷേപിച്ച ഇന്ത്യൻ പട്ടാളത്തിലെ കലാപമായിരുന്നുവല്ലോ. ഇതാണ് ഇന്ത്യയിൽ ആദ്യത്തേത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് 50 വർഷം മുമ്പ് നടന്ന ധീരോദത്തമായ പോരാട്ടമായിരുന്നു തിരുവിതാംകൂർ സൈന്യത്തിൽ നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യയിലെ ആദ്യ കലാപമായിരുന്നു കൊല്ലം കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അന്ന് തിരുവിതാംകൂർ പട്ടാളത്തിൽ നടന്നത്. 1805 ഈസ്റ്റ് ഇന്ത്യ കമ്പനി 4 ലക്ഷത്തോളം രൂപ കപ്പം അധികമായി നൽകണമെന്ന് തിരുവിതാംകൂറിനോട് ആവശ്യമുന്നയിച്ചു. ഇതിൻ്റെ പേരിൽ ഗത്യന്തരമില്ലാതെ അന്ന് ദിവാനായിരുന്ന വേലുത്തമ്പി ദളവ പട്ടാളക്കാരുടെ വേതനം വെട്ടിക്കുറച്ചു. ഇതേ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും വേലുത്തമ്പി ദളവയ്ക്കുമെതിരെ പ്രതിഷേധം അലയടിച്ചു. പട്ടാള ലഹള അതോടെ പൊട്ടിപ്പുറപ്പെട്ടു. വേലുത്തമ്പി കേണൽ മെക്കാളയുടെ സഹായത്തോടെ ആ സൈനിക കലാപം അടിച്ചമർത്തി. പ്രക്ഷോഭത്തിന് അന്ന് നേതൃത്വം നൽകിയ കൊല്ലം കൃഷ്ണപിള്ളയെ കാലുകൾ ആനയുടെ കാലുകളിൽ ബന്ധിപ്പിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി ഉയർന്ന പ്രതിഷേധ ശബ്ദമായിരുന്നു കൊല്ലം കൃഷ്ണപിള്ളയുടേത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഏടുകളിൽ ഇന്നും അറിയപ്പെടാതെ കിടക്കുന്ന നാമമാണ് ഈ ദേശാഭിമാനിയുടേത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള പട്ടാള കലാപത്തിന് നേതൃത്വം കൊടുത്തതിന് തൂക്കിലേറ്റപ്പെട്ട മംഗൽ പാണ്ഡെയുടേത് കൊല്ല സംഭവത്തിന് വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കൊല്ലം കൃഷ്ണപിള്ളയുടേത് തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ തനിനിറം മനസ്സിലാക്കിയ വേലുത്തമ്പിക്ക് അവർക്കെതിരെ തിരിയേണ്ടി വരികയും അവസാനം വേലുത്തമ്പിക്ക് സ്വയം വീരമൃത്യു വരിക്കേണ്ടി വരികയും ചെയ്തത് പിൽക്കാല ചരിത്രമാണല്ലോ. ഇതേ തുടർന്ന് നിഷ്ഠൂരമായ കൊലപാതക പരമ്പരകളാണ് ബ്രിട്ടീഷുകാർ കൊല്ലത്ത് നടപ്പിലാക്കിയത്. വേലുത്തമ്പിയുടെ രക്തസാക്ഷ്യത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ വേട്ടയാടിയ വേലുത്തമ്പിയുടെ ആത്മസുഹൃത്തായ പത്മനാഭൻ പിള്ളയെ റസിഡൻറ്റ് സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം പിടികൂടി കൊല്ലത്ത് കൊണ്ടുവന്നു. കൈകാലുകൾ വരിഞ്ഞു കെട്ടി നിറയെ ആണികൾ തറച്ച വീപ്പയിലിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി മൃതപ്രായമായപ്പോൾ പുറത്തെടുത്ത് തൂക്കിലേറ്റുകയായിരുന്നു. വേലുത്തമ്പിയുടെ അനുചരന്മാരായ 7 പേരെ കൊല്ലത്ത് അക്കാലത്ത് തൂക്കിക്കൊന്നിട്ടുണ്ട്. വേലുത്തമ്പിയുടെ അനുജൻ പത്മനാഭൻ തമ്പി, കൊച്ചു ശങ്കരപ്പിള്ള, പുതിരപ്പിള്ള പിള്ള, കരുമാടി ഗോവിന്ദപിള്ള, ആവരണം പിള്ള, കുഞ്ചാതി പിള്ള, കായസം പിള്ള എന്നിവരാണ് അവർ. ഇരവിപുരത്താണ് അന്ന് കഴുമരം സ്ഥാപിച്ചിരുന്നത്. തൂക്കിക്കൊന്ന ശേഷം മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.